സ്മാർട്ട് സിറ്റി ആദ്യഘട്ട കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കാനിരിക്കെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അനിശ്ചിതത്വമൊന്നും ഇല്ലെന്ന് സ്മാർട്ട് സിറ്റി കൊച്ചി അധികൃതർ. പുതുതായി നിർമ്മിക്കാൻ പോകുന്ന 7 കെട്ടിടങ്ങളുടെ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ലക്ഷം പേർക്ക് തൊഴിലവസരം ഉറപ്പുവരുത്തുന്ന സ്മാർട്ട് സിറ്റി കൊച്ചിയുടെ ആദ്യ കെട്ടിട ഉദ്ഘാടനം ഈ മാസം 20-നാണ് നടക്കുക. ഉദ്ഘാടന ചടങ്ങ് ആസന്നമായതോടെ അവസാനവട്ട മിനുക്കുപണികളാണ് പദ്ധതി മേഖലയിൽ പുരോഗമിക്കുന്നത്. UAE മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. അപ്രതീക്ഷിതമായി വന്ന കാലവിളംബം പദ്ധതിയുടെ ഭാവി പ്രവർത്തനങ്ങളെ ഒരു നിലയ്ക്കും ബാധിക്കില്ലെന്ന് തന്നെയാണ് സ്മാർട്ട് സിറ്റി കൊച്ചിയുടെ ഇടക്കാല CEO ഡോക്ടർ ബാജു ജോർജ് മീഡിയ വണ്ണിനോട് പറഞ്ഞത്. ആനയൊന്ന് നടന്നു തുടങ്ങിയാൽ പിന്നെ ആ മൊമെന്റം നിർത്താൻ പറ്റില്ല. ഇറ്റ് കീപ്പ് ഓൺ വാക്കിംഗ്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ സ്മാർട്ട് സിറ്റി. ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ഫൈനലി മൂവിങ്, റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി അടുത്തൊരു 5 വർഷം കൊണ്ട് പൂർണ്ണതോതിൽ നമുക്ക് ഇത് പൂർത്തീകരിക്കാനും അഭിമാനപൂർവ്വം നമുക്കിവിടെ കടന്നു വരാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ദുബൈ ഉൾപ്പെടെ UAE നിന്നുള്ള ഉന്നതതല മാധ്യമ സംഘം പദ്ധതി പ്രദേശം സന്ദർശിച്ച് നിറഞ്ഞ സംതൃപ്തി രേഖപ്പെടുത്തി. കൊച്ചിയുടെ വികസനവും IT രംഗത്തെ വൻതോതിലുള്ള വളർച്ചയും പദ്ധതിക്ക് ഏറെ മുതൽക്കൂട്ടാകും. ഗൾഫ് മേഖലയിലുള്ള പുതിയ ചില കമ്പനികളും സ്മാർട്ട് സിറ്റി കൊച്ചിയുടെ ആദ്യഘട്ടത്തിൽ ഭാഗവാക്കായിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് കൂടുതൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവരാനുള്ള തീരുമാനത്തിലാണ് UAE അധികൃതർ. പ്രത്യക്ഷത്തിൽ കേരളം ഉൾപ്പെടെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കാവും ഈ നിലപാട് കൂടുതൽ ഗുണം ചെയ്യുക. അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം കുറിച്ച് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ടം ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ്. പദ്ധതി പൂർണ്ണാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നതോടെ എല്ലാ ഉടമ്പടികളും പാലിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് UAEക്കൊപ്പം കേരളത്തിന്റെയും പ്രതീക്ഷ. സ്മാർട്ട് സിറ്റി കൊച്ചിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ ഉമർ എടപ്പാളിനോടൊപ്പം MC നാസർ, മീഡിയ 1.